കുക്കിംഗ് സ്റ്റാർസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ പോണത്. പാൽ എങ്ങനെ തിളപ്പിക്കാന്ന്. പാൽ അടുപ്പത്തേക്ക് ഒഴിക്കുക, എന്നിട്ട് കാത്തിരിക്കുക. പൊങ്ങണോ 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 വിചാരിച്ചിട്ട്. ഏട്ടെ എന്ത് ഇതിന് ടിക് ടിക് എന്നൊക്കെ ശബ്ദം കേൾക്കണ്. ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇത് പിരിഞ്ഞു. ഇതാ പാല് പിരിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? എടാ നീ പേടിക്കണ്ട, നമുക്ക് ഇതും കൊണ്ട് ഒരു രസഗുള്ള ഉണ്ടാക്കാം. സോ ഫ്രണ്ട്സ്, പിരിഞ്ഞ പാലും വേസ്റ്റ് അല്ല കേട്ടോ. നമുക്ക് ഇതും കൊണ്ട് കുറെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ രസഗുള്ള ആയിട്ട് ഉണ്ടാക്കാൻ പോണ്. ഇത് നമുക്കൊന്ന് നന്നായി ഇളക്കിയിട്ട് വെള്ളവും തരിയും വേറെ വേറെ ആവണ വരെ ഇളക്കണേ. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇനിയിപ്പോ ഇത് പാല് പിരിഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പാല് പിരിക്കാനും പറ്റട്ടോ. ഇതാ ഇളക്കിയിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സിമ്പിളാണ് ഫ്ലെയിം. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളവും തരിയും വേറെ വേറെ ആവും. നിങ്ങൾ ഫുള്ളിൽ വെച്ചിട്ട് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണ്ട. മെല്ലെ കുറച്ച് നേരം ഇളക്കാം, പിന്നെ വിടാം. പിന്നെ സിമ്മ് ഫുള്ള് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൂട്ടി കുറച്ച് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ഇതാ പാൽ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിത് ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കാത്തിരിക്കാണ് കേട്ടോ. എങ്ങനെയിപ്പോ നല്ല പാലാണ് യൂസ് ചെയ്യണമെങ്കിലോ, ഇത് തിളപ്പിച്ചിട്ട് അതിൽ ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് തിളപ്പിച്ച് കഴിഞ്ഞ് താഴെ വെച്ചിട്ട് ഒഴിച്ചാക്കി കൊടുത്താൽ മതി. ഇതാ നമ്മളുടെ പാല് വെള്ളവും കേടുവന്നതും വേറെ വേറെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ പാകം. കണ്ടോ, വെള്ളം വേറെയും തരി വേറെയും. ഈ തരി കൂടിക്കിടക്കണം, അല്ലാതെ വിട്ട് വിട്ട് കിടക്കണ്ട. കൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് അതിന് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി വിരിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആ പാൽ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ സ്റ്റെയിൻ ആയിട്ടുണ്ട്, വെള്ളം അടിക്ക് പോകണ്ടേ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അതിലിട്ട് ആ പുളിപ്പോ വേറെ ഏതെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പോവാനാണ്. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ തുണി മാത്രമായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ടൊന്നിങ്ങനെ പിഴിയാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇന്ന് വെള്ളം മൊത്തം പോവും. ഈ ഡ്രോപ്സ് ഇപ്പോൾ വീഴുന്നില്ല, അതും പോവും. സ്വന്തമായി വീഴണ വെള്ളം നിന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 4 വട്ടം സ്ക്വീസ് ചെയ്തെടുക്കാം. മൊത്തം വെള്ളം കളയരുതേ, അതിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് വേണം. ഇതാ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. എടുക്കാം, എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് ബൈൻഡിങ് നല്ല ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് വേണം കിട്ടാൻ മതി. ഇതിട്ടാൽ പെട്ടെന്ന് ബൈൻഡായി കിട്ടും. ആദ്യം ഇതിനൊന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ഈ ഭാഗം കയ്യിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്യാം. ഇതൊരു ഡോ പോലെ ആവണേ. ഇതാ നമ്മളുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതാ പ്ലേറ്റിനൊക്കെ വിട്ട് വന്ന് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1 ബൗൾ പഞ്ചസാര ഇടാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്, അത് കാരണമാണ് കേട്ടോ 1 ബൗൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം.
ഇനി നമുക്ക് ഇതിലേക്ക് 2 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അരിയണ വരെ ഇളക്കിയാൽ മതി. പഞ്ചസാര അരിയുമ്പോഴേക്കും നമുക്ക് ഈ ഡോവിൻ്റെ ബോൾസ് ഉണ്ടാക്കി റെഡിയാക്കാം. ചെറിയ ബോൾസ് ഉണ്ടാക്കിയാൽ മതി, കാരണം ഇത് വെള്ളത്തിൽ കടന്നിട്ട് വീർക്കും. ഇതാ ഇത്രയൊക്കെ മതിയാവും. ഇതേപോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ 2 ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊട്ടും ക്രാക്സ് വരാതെ നോക്കണം, അല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ടാൽ പൊടിഞ്ഞു പോകും. ഇതാ ക്രാക്സ് ഒന്നുമില്ല, ഈ 4 ക്രാക്സ് ഇല്ല. അതേപോലെ എല്ലാം ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഇതാ നമ്മുടെ പഞ്ചസാര നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സിമ്മാക്കിയിട്ട് ഇതിന്ന് കഷ്ടി 1 ഗ്ലാസ് വെള്ളം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഫ്രിഡ്ജ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടാൽ മതി. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണതിൻ്റെ മുന്നേ ഇതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കണേ, അല്ലെങ്കിൽ കേട് വരും. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് റൂം ടെമ്പറേച്ചർ ആകുമ്പോഴേക്കും ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് നമ്മുടെ റസഗുള്ളയൊക്കെ ഉരുട്ടിയായിട്ടുണ്ട്, ഒരു ക്രാക്കോ ഒന്നുമില്ല. ഇനി നമുക്ക് ഈ തിളപ്പിക്കാൻ വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഓരോന്ന് ഇടാം. ആണെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതപ്പോൾ താഴെ നിൽക്കണ്ടായിരുന്ന രസഗുള്ളാസ് ഇപ്പൊ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിനെ അടച്ചു വെക്കാം ഒരു 2 മിനിറ്റിന്. ഇത് അടച്ചു. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ റസഗുള്ളയൊക്കെ പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്, മേലേക്കെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വീർത്താൽ നമുക്ക് ഇനി അതിന് മാറ്റി വയ്ക്കാം. ഇപ്പൊ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ സൈസിനെക്കാട്ടിൽ കുറച്ച് വലുതായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കാരണം ഞങ്ങൾ ഉണ്ടാക്കിയ ചെറുതായിരുന്നു. അപ്പൊ കുറെ ഉണ്ടാവുമല്ലോ. ഒന്ന് അടച്ചു വെക്കാം. രസഗുള്ള ഗുലാബ് ജാമുനെക്കാട്ടിലും സ്പഞ്ചി ആയിരിക്കും, അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ ജ്യൂസി കഴിക്കാൻ പറ്റൂ. ഇത് 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഇതിൽ കിടക്കുന്ന റസഗുള്ള ഒരു 4 to 5 മിനിറ്റ് വരെ ഈ വെള്ളത്തിൽ തന്നെ കടന്നൊന്നും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ശരിയായിണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു റസഗുള്ള ഇതിന്ന് എടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. ഇത് നല്ലോണം അടി പോയിരിക്കുന്നുണ്ട്. അപ്പോ ഇത് കറക്റ്റായി. നേരത്തെ തണുപ്പിച്ച് വെച്ച സിറപ്പിലേക്ക് നമുക്ക് നമ്മളുടെ രസഗുള്ളകൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാ രസഗുള്ളീസും നമ്മൾ തണുത്ത സിറപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ചൂട് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങി കടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്പഞ്ചി ആണോ എന്ന് നോക്കാം. നല്ലോണം സ്പഞ്ചി കേട്ടോ. ഇനി ഇത് 1/2 to 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ടാവും കഴിക്കാൻ. ഞങ്ങൾ ഈ സിറപ്പ് വെറുതെ കളയാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ബോഞ്ചോ ജിലേബിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ 2 റെസിപ്പീസും കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഫ്രണ്ട്സ്, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. നല്ല ചെറുതും നല്ല സൂപ്പറായിട്ട് കാണാനൊക്കെ.
സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യണേ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.